നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യവാനായിട്ടിരിക്കാൻ കഴിയുമെന്ന്. അതായത് നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളൊരു ഡയറ്റ് ഒക്കെ പ്രോപ്പർലി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവാനായിട്ടിരിക്കാൻ കഴിയും. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കോമ്പിനേഷൻസ് നമ്മൾ ഒഴിവാക്കണം, അതായത് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഇറ്റ്. നമുക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിൽ ചില ഭക്ഷണ കോമ്പിനേഷൻസുകൾ, ഈ കോമ്പിനേഷൻസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഈ വിരുദ്ധാഹാരം പോലുള്ളത് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായിട്ട് പാലും പഴവും. പാല് മധുരരസവും പഴം പുളിരസവുമായതിനാൽ ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന വിവിധ തരം ഷെയ്ക്കുകൾ, അതായത് ഷാർജ ഷെയ്ക്ക് മുതലായ കാര്യങ്ങൾ ഇപ്പൊ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പുളിച്ചു തകട്ടല്, ഉദര സംബന്ധമായ രോഗങ്ങള്, ദഹന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേത് പാലും മത്സ്യവും. പാൽ എന്ന് പറയുന്നത് ശീതവീര്യം കൂടിയതും മത്സ്യം എന്ന് പറയുന്നത് ഉഷ്ണവീര്യം കൂടിയതുമാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡും നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതുമായ മയോണൈസുമാണ്. ഷവർമ, ഗ്രിൽഡ് ചിക്കൻ, അതുപോലെ സ്റ്റീക്ക് എന്നിവയുടെ കൂടെ മയോണൈസ് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. അതായത് മുട്ടയും വിനാഗിരിയും ഒക്കെ അടങ്ങിയ മയോണൈസ് ചുട്ട ഇറച്ചികളുടെ കൂടെ കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. നിങ്ങൾക്ക് അതിന് പകരം മറ്റു മയോണൈസ് അവൈലബിൾ ആണ്, അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് പാല് കൊണ്ടുണ്ടാക്കുന്ന മയോണൈസ്, വിനാഗിരിയും മുട്ടയും ഒഴിവാക്കിക്കൊണ്ടുള്ള മയോണൈസ്, വെജ് മയോണൈസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ മാറ്റി ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡും മയോണൈസും കൂടെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഡൈജസ്റ്റൻ ഇഷ്യൂ, അതുപോലെ ഫുഡ് പോയിസൺ ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സും ജങ്ക് ഫുഡും. നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ, അതായത് കൊക്കോള, പെപ്സി, മിറണ്ട എക്സെട്ര എക്സെട്ര, ഇതൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര സോഫ്റ്റ് അല്ല എന്ന് ഓർക്കുക. ജങ്ക് ഫുഡ്സിലാണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിലും കലോറിയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ കലോറി ഇൻടേക്ക് വല്ലാണ്ട് കൂടും. നമുക്ക് പതിയെ പതിയെ ലഭിക്കേണ്ട കലോറി ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽ കുടിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് വിശപ്പ് ഉണ്ടാകാതിരിക്കുകയും നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നുമില്ല, അതേസമയം കലോറി ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. ഇനി അടുത്തത് നെയ്യും തണുത്ത ഭക്ഷണങ്ങളുമാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് മുകളിൽ ദഹിക്കുന്ന ഒരു വസ്തുവാണ് നെയ്യ്. അപ്പോൾ നമ്മൾ ഈ നെയ്യ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ നെയ്യൊക്കെ കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം, തണുത്ത ഭക്ഷണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. അങ്ങനെ നമ്മൾ ഈ നെയ്യ് കഴിച്ചതിന് ശേഷം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെന്ന് അവിടെ തങ്ങി നിൽക്കുകയും നമുക്ക് കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഹൃദ്രോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളിപ്പോ ബിരിയാണി കഴിച്ചതിന് ശേഷം കഴിക്കുന്ന ഒരു ഐസ്ക്രീം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇനി പാലും തണ്ണിമത്തനും. തണ്ണിമത്തൻ വളരെ പെട്ടെന്ന് ദഹിക്കുകയും പാല് കുറച്ചധികം സമയമെടുത്ത് ദഹിക്കുകയും ചെയ്യുന്ന വസ്തുവാണ്. ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ അസിഡിറ്റി, പുളിച്ചു തകട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്.